ആശ്വാസത്തിൻ ചന്ദ്രനിലാവതലങ്കൃതമായിത മുന്നോട്ട് ICFിൻ പടയണിച്ചേലിൽ സാന്ത്വനമുഖരിതമായിട്ട് ഖമറുൽ ഉലമ നയിച്ചൊരു പാത ICFിൻ സൽസരണി മാമരുനാട്ടിലെ ദുരിത കഥനമിൽ കൈത്താങ്ങേകിത വന്നല്ലോ ആശ്വാസത്തിൻ ചന്ദ്രനിലാവതലങ്കൃതമായിത മുന്നോട്ട് ICFിൻ പടയണിച്ചേലിൽ സാന്ത്വനമുഖരിതമായിട്ട് ഖമറുൽ ഉലമ നയിച്ചൊരു പാത ICFിൻ സൽസരണി മാമരുനാട്ടിലെ ദുരിത കഥനമിൽ കൈത്താങ്ങേകിത വന്നല്ലോ ലോകമതാകെ മുട്ടുമടക്കിയ കോവിഡ് എന്ന മഹാമാരി തീരാ ദുഃഖം പേറി പ്രവാസം യാതന തിങ്ങിയ കൽബുകളായി ലോകമതാകെ മുട്ടുമടക്കിയ കോവിഡ് എന്ന മഹാമാരി തീരാ ദുഃഖം പേറി പ്രവാസം യാതന തിങ്ങിയ കൽബുകളായി പുതുകനവേറ്റി പുലർച്ചിരി നൽകി അശരണരിൽ മൃദു സുഖമേറ്റി നല്ലൊരു നാളെ വാർത്തിട വേണം ഒത്തൊരുമിക്കാം ഒരു മനമായി ആശ്വാസത്തിൻ ചന്ദ്രനിലാവതലങ്കൃതമായിത മുന്നോട്ട് ICFിൻ പടയണിച്ചേലിൽ സാന്ത്വനമുഖരിതമായിട്ട് ഖമറുൽ ഉലമ നയിച്ചൊരു പാത ICFിൻ സൽസരണി മാമരുനാട്ടിലെ ദുരിത കഥനമിൽ കൈത്താങ്ങേകിത വന്നല്ലോ ഭീതി ഭയാനകമായത് മുന്നിൽ നടണയേണം വേഗമിലേ കൈമലർത്താനല്ലാതാവില്ല വേദനമില്ല കരൾ നീരി ഭീതി ഭയാനകമായത് മുന്നിൽ നടണയേണം വേഗമിലേ കൈമലർത്താനല്ലാതാവില്ല. കാരുണ്യമാണ് പ്രവാചകന്റെ സന്ദേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം. രണ്ടാമത് ക്ഷമയാണ്. ക്ഷമ എന്നുള്ളത് പറയാൻ വളരെ എളുപ്പവും ചെയ്യാൻ വളരെ പ്രയാസമുള്ള കാര്യം. ഒരൊറ്റ ഉദാഹരണം മാത്രമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച നാട്ടിൽ നിന്നും അവിടുത്തെ സാഹചര്യങ്ങൾ കാരണം നാട് വിട്ടു പോകേണ്ടി വന്നു. മദീനയിൽ പോയി താമസമാക്കി. മദീനയിൽ കുറെ കാലം ജീവിച്ചതിന് ശേഷം നമുക്കൊക്കെ, നമ്മൾ ഈ പ്രവാസികളാണ്, ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ നാട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് എത്ര ഫ്രീക്വൻസിയിലാണെങ്കിലും എത്ര അടുത്തടുത്ത സമയത്താണെങ്കിലും നാട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് വളരെ സന്തോഷമാണ്. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലും പിന്നെ അന്ന് ആലോചിക്കുന്നത് എങ്ങനെ ഉടനെ അടുത്ത നാട്ടിൽ പോകാൻ പറ്റുന്നത്. അടുത്ത നമുക്ക് പ്രിപ്പയർ ആവശ്യം എന്താണ് മനുഷ്യൻ, ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നതിന് എല്ലാ മതത്തിലെ നേതാക്കന്മാരും നമ്മൾ ദൈവമെന്ന് കരുതി പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ പടച്ചവൻ എന്ന് കരുതുന്ന എല്ലാ ദൈവങ്ങളുടെയും ഒരേ ഒരു ലക്ഷ്യം ജനങ്ങൾ സ്നേഹത്തോടു കൂടി പരസ്പരം സ്നേഹം പങ്കുവെച്ച് ജീവിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ICFന്റെ സ്നേഹവിരുന്ന്, സ്നേഹം എങ്ങനെ നമുക്ക് ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ സ്നേഹത്തിന്റെ വില വളരെയധികം വലുതാണ്. ഒരു ഉദാഹരണം, ഞാൻ ഇന്ന് എന്റെ സുഹൃത്തിന്റെ കൂടെ ഞാൻ റാഖയിലെ പാർക്കിലൂടെ ഞാൻ നടക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് ഒരു പൂച്ച, ആ പൂച്ചയുടെ കുട്ടിയെ കടിച്ചുകൊണ്ട് ഓടി പോകുന്നത് കണ്ടത്. അപ്പൊ എന്നോട് സുഹൃത്ത് ചോദിച്ചു, നോക്കൂ ആ പൂച്ചക്കുട്ടിയെ കടിച്ചു കൊല്ലാൻ പോവുകയാണ്. അപ്പൊ ഞാൻ അത് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തപ്പോ ഈ പൂച്ച എന്താ ചെയ്തെന്നവരുണ്ട്. ഈ പൂച്ചക്കുട്ടിയെ കൊണ്ടുപോയിട്ട് കാറിന്റെ അടിയിലേക്ക് പോയിട്ട് അവിടുന്ന് ആ കുട്ടിക്ക് പാല് കൊടുക്കുകയാണ്. സ്നേഹത്തിന് ഇതിനപ്പുറം വേറൊരു ഉദാഹരണം എനിക്ക് തന്നെയാണ്. അല്ലാഹുവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമി
എല്ലാരും എല്ലാരും യതീമുകൾ യതീമുകൾ. അല്ലാഹുവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും എല്ലാരും യതീമുകൾ യതീമുകൾ. ഇന്നത്തെ മന്നവൻ നാളത്തെ യാചകൻ, ഇന്നത്തെ സമ്പന്നൻ നാളെ വരും യതീം യതീം. ഇന്നത്തെ പൂമേട നാളത്തെ പുൽക്കൊടി, ഇന്നത്തെ മദീദൻ നാളത്തെ സുൽത്താൻ. അല്ലാഹുവിൻ കാരുണ്യം ഇല്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും എല്ലാരും യതീമുകൾ യതീമുകൾ. യതീമിൻ കണ്ണുനീർ العود يبكي وتذلل بين يديك واستجارت إلى السروج. كلب الله حجتنا يوم يهدي الناس بالحجج. صل رب العالمين على سيد الكونين والسروج. وخيرا أنت زائره قد أتاه الله بالفرج. فاز من قد كنت بغيته وسما في أرفع. കിളികൾ പാടണം, പുതിയ പുലരി കാണണം, കനവു നെയ്യണം, കവിത തെരുവിലുയരണം, കരമുയർത്തണം, കാലുകൾ ചലിക്കണം, കാടുപൂക്കണം, സ്നേഹരാജ്യമുയരണം. ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദണ്ഡു പതിയണം. ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദണ്ഡു പതിയണം. വരികളിൽ സമരകാഹളം മുഴക്കണം, വരണ്ട ചിന്തകൾക്കുമേൽ സാഹിത്യോത്സവൊഴുകണം. വരികളിൽ സമരകാഹളം മുഴക്കണം, വരണ്ട ചിന്തകൾക്കുമേൽ സാഹിത്യോത്സവൊഴുകണം. കിളികൾ പാടണം, പുതിയ പുലരി കാണണം, കനവു നെയ്യണം, കവിത തെരുവിലുയരണം, കരമുയർത്തണം, കാലുകൾ ചലിക്കണം, കാടുപൂക്കണം, സ്നേഹരാജ്യമുയരണം.